ഒഴിച്ചല്ലേ? ഹായ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പടവെട്ടിയുള്ള യാത്ര കുറച്ച് ലോങ് ആണ് കേട്ടോ. അതും മൈസൂരിലേക്കാണ് ഈ യാത്ര. വെറുതെ യാത്ര പോവല്ല, കുറച്ച് എക്സാം ഒന്ന് എഴുതി തീർക്കാണ്ട് അതിനാണ് ഈ പോണത് കേട്ടോ. രാവിലെ 5:45 ഇറക്കി എന്ന് പറയാം. അതിന് മുന്നേ പോകണമെന്ന് വിചാരിച്ച ആളുകളായിരുന്നു. പക്ഷേ എല്ലാം പാക്ക് ചെയ്ത് വന്നപ്പോൾ ഏകദേശം അങ്ങനെയായി. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ കയറി വന്ന് ഇപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ചുരം കയറി കുറച്ച് എത്തിയേക്ക് തന്നെ ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ അവിടെ നിർത്തി. അങ്ങനെ ഹോട്ടലിൽ കയറിയതാണ്. എല്ലാവർക്കും വേണ്ടതൊക്കെ പറഞ്ഞു. ദോശയും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന സാധനം കണ്ടോ, ഓന് ഭയങ്കര ഡിമാൻഡാണ്, കൊണ്ടെടുക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുതുമലൈ കാട് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാടിൽ കുട്ടികളെ കൊണ്ടുവന്ന നല്ല രസമാണ്. കാരണം അവർക്ക് ഒരുപാട് കാഴ്ചകളുണ്ടാവും. മൃഗങ്ങളെ കാണാൻ എന്നുള്ളതാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ കാട് കയറിയപ്പോൾ തന്നെ ഒരു കൂട്ട ആനകളെ കണ്ടു. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ എടുത്തുനിന്ന് ഇത്ര ആനകളൊക്കെ ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതൊക്കെ അപൂർവമാണ്. പിന്നെ മാൻകൂട്ടം, അത് പിന്നെ നമ്മൾ കാട് കയറിയാൽ തന്നെ നമുക്കറിയാം ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ മാന് കണ്ട് അത് വലിയൊരു വിലയില്ലാതായിട്ടോ. പിന്നെ ഈ സാധനം ഇവനെ ഒരു വണ്ടിയിൽ മുന്നിലിരുത്തി കൊണ്ടുപോകാൻ നല്ല റിസ്ക്കാണ്. അവന് നേരെ സ്റ്റെയറിംഗ് റൂമിലേക്കാണ് അതിന് കണ്ടുപോവുക. ഇനി കുറച്ച് കാട്ടിലെ കാഴ്ചകളൊക്കെ ആവാല്ലേ. മുതുമലയുടെ ഇവിടെ എത്ര അമ്പുണ്ട്? 43, അടുത്തടക്കം 44, അതടക്കം 45, 45 അമ്പ്. ഞാൻ അടുത്ത് പറഞ്ഞാണേ, ഇനി എല്ലാരും പറഞ്ഞോളി. അടുത്ത മുതുമലൈ. ഞങ്ങൾ മക്കളായിട്ട് യാത്ര പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടാസ്ക് കൊടുക്കൂട്ടോ. ഇല്ലെങ്കിൽ ഇവരെ വണ്ടിയിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് തന്നെയാണ്. അങ്ങനെ ഈ യാത്രയിൽ മെയിനായിട്ട് കൊടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാട് കയറി കഴിഞ്ഞാൽ ഒരുപാട് അമ്പുകളുണ്ട്. അപ്പോൾ എത്ര അമ്പുണ്ട് എന്ന് എണ്ണലായിരുന്നു അവരുടെ ജോലി. അങ്ങനെ അവർ ഏകദേശം എണ്ണി അതൊക്കെ തിട്ടപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു യാത്രയിലൂടെ ഇങ്ങനെ അവർ കൊണ്ടു നടക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ അവർക്ക് ഓരോരോ പ്രയാസമായിരിക്കും, നമ്മുടെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ചെറിയ ടാസ്കുകളൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ മൈസൂർ ടൗൺ എത്താനായിട്ടുണ്ട്. അതിന് മുന്നേ ഇതേ ഒരു നല്ല ഭംഗിയായിട്ട് സൂര്യകാന്തി തോട്ടം കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നിർത്തിയതാണ്. ആ ചെങ്ങായി പോയിട്ടാണെങ്കിൽ ഒരു ചാണകത്തിലും ചവിട്ടി. പിന്നെ അവൻ്റെ പണി അത് കാല് ക്ലീനാക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് അവൻ തോട്ടത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് സൂര്യകാന്തി പാടം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതുപോലെ ഇറങ്ങിയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. വലിയ സൂര്യകാന്തിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ പൈസ കൊടുത്തിട്ട് വേണം കേട്ടോ എനിക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രയാണ് കറക്റ്റ് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു ഒരു 100 രൂപയാണ് ഞങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് തോന്നുന്നത്. ഏതായാലും പൈസ കൊടുത്തിട്ടാണ് ഞങ്ങളവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. കർണാടകയിലാണ് സൂര്യകാന്തി പൂവ്.
അങ്ങനെ തോട്ടമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ കാറിലേക്ക് കയറിയിട്ടോ. ബാക്കിൽ പോയിട്ട് ഈ 2 ചെങ്ങായിമാരും ഐപാഡിൽ കാർട്ടൂൺ കാണാണ്. പക്ഷേ ചെറിയ ആൾ വലിയ ആളെ നന്നായിട്ട് പരിക്കെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് നമ്മുടെ ലൊക്കേഷനിലെത്തി. മൈസൂരിൽ കോളേജിൻ്റെ അടുത്ത് തന്നെ പാലാൽ ഹൗസ് എന്നാണ് കേട്ടോ ഈ വീടിൻ്റെ പേര്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം ടൂറൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.